നമസ്കാരം. 24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. രാജ്ഭവനിലെ അറ്റ് ഹോം പരിപാടി ബഹിഷ്കരിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും. സർവകലാശാല വിഷയങ്ങളിൽ ഉൾപ്പെടെ സർക്കാർ രാജ്ഭവൻ ഭിന്നത തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പ്രതിപക്ഷ നേതാവ് ബി സതീശനും പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഉമേഷ്, മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നിരുന്നില്ല അറ്റ് ഹോം പരിപാടിയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ എന്തായാലും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മുറുകുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രതിപക്ഷ നേതാവും എത്തിയിട്ടില്ലല്ലോ. എന്താണ് ഇതിന് കാരണം? വിവരങ്ങൾ. സാധാരണ ഈ സ്വാതന്ത്ര്യ ദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനുമാണ് ഇത്തരത്തിൽ രാജ്ഭവനിൽ ഒരു അറ്റ് ഹോം പരിപാടി നടക്കുക. സാധാരണ ഒരു വിരുന്നാണ് ഈ റിപ്പബ്ലിക് ഡേക്കും ഈ സ്വാതന്ത്ര്യ ദിനത്തിനുമുള്ളത്. സാധാരണ രാഷ്ട്രീയ വൈര്യമെല്ലാം മാറ്റിവെച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ഇതിൽ എത്താറുമുണ്ട്. ഇത് കാരണം ഒരു സൗഹൃദ സന്ദർശനം കൂടിയാണ് ഈ അറ്റ് ഹോം പരിപാടി. എന്നാൽ കഴിഞ്ഞ ഗവർണർ ഉണ്ടായിരുന്ന സാഹചര്യത്തിലും ഭിന്നത രൂക്ഷമായ ഘട്ടങ്ങളിൽ ഇതേ രീതിയിൽ ഈ അറ്റ് ഹോം പരിപാടികൾ ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പൂർണ്ണമായി ഈ അറ്റ് ഹോം പരിപാടി ബഹിഷ്കരിച്ചിരിക്കുന്നു. സമാനമായി മുൻപ്, അതായത് ഈ രാജ്ഭവനിൽ അടുത്തിടെ നടന്ന രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളിലും കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ച സാഹചര്യത്തിൽ ആ പരിപാടികൾ ബഹിഷ്കരിക്കുന്ന സാഹചര്യങ്ങൾ ഒന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ എത്തിയ ശേഷം ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു മുൻപ് മന്ത്രി പി പ്രസാദ് പരിപാടി നേരത്തെ തന്നെ ബഹിഷ്കരിക്കുന്നു എന്ന് അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സർവകലാശാല പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത്. അതിൽ പക്ഷേ മന്ത്രിമാരായ പി രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഇവിടെ എത്തി 2 തവണ ചർച്ചയെല്ലാം നടത്തിയിരുന്നു. പക്ഷേ ഈ സൗഹൃദ സംഭാഷണത്തിനോ അല്ലെങ്കിൽ സൗഹൃദ സന്ദർശനത്തിനോ സർക്കാരിന് താല്പര്യമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും മന്ത്രിമാർ പൂർണ്ണമായി ഈ ചടങ്ങ് ബഹിഷ്കരിച്ചിരിക്കുന്നു. സാധാരണ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് എത്താറുണ്ട്. എല്ലാ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ഒപ്പം സ്പീക്കറെയും അടക്കമുള്ളവരെ ഈ പരിപാടിക്ക് ഇത്തരത്തിൽ അറ്റ് ഹോം പരിപാടിക്ക് ക്ഷണിക്കാറുണ്ട്. ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥരെ എല്ലാവരും ക്ഷണിക്കാറുണ്ട്. നിലവിൽ എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ചീഫ് സെക്രട്ടറി എത്തിയിട്ടുണ്ട്, DGP എത്തിയിട്ടുണ്ട്, മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സെക്രട്ടറി തലത്തിലുള്ള IAS ഉദ്യോഗസ്ഥരും എല്ലാം എത്തിയിട്ടുണ്ട്. പക്ഷേ സർക്കാർ പ്രതിനിധി എന്ന നിലയിൽ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഇവിടെ എത്തിയിട്ടില്ല. എന്തായാലും ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് സർക്കാർ രാജ്ഭവൻ അല്ലെങ്കിൽ സർക്കാർ ഗവർണർ പോര് അത് രൂക്ഷമായി തുടരുന്നു, അത് മഞ്ഞുരുകുന്നില്ല. ഉമേഷ്, പലതവണ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല എന്ന് മാത്രമല്ല, മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലായിരുന്നോ സർക്കാരും ഗവർണറും അല്ലെങ്കിൽ രാജ്ഭവനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്, ആ ഒരു തരത്തിലേക്ക് തന്നെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ മാറുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഉണ്ടായിരുന്ന ഘട്ടങ്ങളിൽ ഒരുപക്ഷെ തെരുവിലെല്ലാം ഈ പരസ്യമായി പ്രതികരണത്തിലേക്കൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ രാജേന്ദ്ര അർലേക്കർ എന്ന ഗവർണർ അത്തരത്തിൽ പരസ്യ പ്രതികരണത്തിന് അല്ലെങ്കിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന പ്രതികരണത്തിലേക്ക് കടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ഒരു ഭിന്നത അത് രൂക്ഷമായി തുടരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിൽ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ വരെ സർക്കാർ രാജ്ഭവൻ പോര് അത് എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ സുപ്രീം കോടതി നിർദ്ദേശം അനുസരിക്കാതെ 2 സർവകലാശാലയിൽ താൽക്കാലിക BC നിയോഗിച്ചു. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള നിലപാട് സർക്കാർ നിരന്തരമായി ആവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് സ്വാതന്ത്ര്യദിനത്തിനോട് അനുബന്ധിച്ച് വൈകിട്ട് 6:30 കൂടി ഇന്ന് അറ്റ് ഹോം പരിപാടി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അറ്റ് ഹോം പരിപാടി പൂർണ്ണമായി സർക്കാർ ബഹിഷ്കരിച്ചു. ഇപ്പോൾ ഉന്നത IPS ഉദ്യോഗസ്ഥൻ ശ്രീജിത്താണ് ഇപ്പോൾ ഈ അറ്റ് ഹോം പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. എന്തായാലും ഈ രാജ്ഭവന് തൊട്ടടുത്താണ് മന്ത്രി GR അനിലിന്റെ ഔദ്യോഗിക വസതി. ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ അദ്ദേഹം GR അനിൽ ഈ ഔദ്യോഗിക വസതിയിലെത്തുകയും മറ്റൊരു പരിപാടിക്ക് ഇവിടെ നിന്ന് ഈ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തു. എന്നാലും ചീഫ് സെക്രട്ടറിയും DGPയും പരിപാടിക്കെത്തി. ഒപ്പം സമൂഹത്തിലെ ഉന്നതരായ, അതായത് മറ്റ് വിവിധ മത നേതാക്കളടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ മറ്റ് സർക്കാർ പ്രതിനിധികളില്ല എങ്കിലും അറ്റ് ഹോം പരിപാടി അവിടെ തുടങ്ങിക്കഴിഞ്ഞു. അത് അതിന്റെ അന്തിമ ഘട്ടത്തിലെത്തി. ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഈ പരിപാടിക്ക് മറ്റ് നേരത്തെ ഈ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം വെച്ച ഘട്ടങ്ങളിലെല്ലാം അത് ഒരു ഈ വിളക്ക് കത്തിക്കുന്ന ചടങ്ങെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് അത്തരം ഒരു ചടങ്ങില്ല. ഇത് സാധാരണ ഒരു വിരുന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ സദസ്സിലോ ആ പരിസരത്തോ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രമൊന്നും വെച്ചിട്ടില്ല. എന്തായാലും സർക്കാർ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു. അതിന്റെ കൂടി തെളിവാണ് ഈ അറ്റ് ഹോം പരിപാടി പൂർണ്ണമായി ബഹിഷ്കരിച്ചത്. പ്രവിത. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗവർണർ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം സമാധാനപരമായ അന്തരീക്ഷമായിരുന്നു എങ്കിലും ഭാരതാംബ വിഷയവും ഒപ്പം സർവകലാശാലയിലെ പ്രശ്നങ്ങളും സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. രാജ്ഭവനിലെ അറ്റ് ഹോം പരിപാടി ബഹിഷ്കരിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒപ്പം പ്രതിപക്ഷ നേതാവും പങ്കെടുക്കുന്നില്ല എന്നാണ് ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയ വിവരം.
മറ്റൊരു വാർത്തയിലേക്ക് GST സ്ലാബുകളിൽ സമഗ്ര മാറ്റത്തിന് കേന്ദ്ര സർക്കാർ 12%, 28% സ്ലാബുകൾ ഒഴിവാക്കും. പുകയില ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ഈടാക്കാനും ആലോചനയുണ്ട്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അജീഷ്, GST സ്ലാബുകളിൽ സമഗ്ര മാറ്റത്തിന് ഒരുങ്ങുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും നടപ്പിലാക്കുക? വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. അതായത് ദീപാവലിക്ക് ജനങ്ങൾക്ക് ഡബിൾ ദീപാവലി ലഭിക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന. അന്ന് ജനങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യം താനെന്ന് പറയും എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. അതിന് പിന്നാലെയാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ഈ GST സ്ലാബിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതായത് നിലവിൽ 4 സ്ലാബുകളാണുള്ളത്: 5%, 12%, 18%, 28%. ഇനി മുതൽ ഈ 12% എന്നുള്ളതും ഒപ്പം തന്നെ ഈ 28% എന്നുള്ളതും ഉണ്ടാകില്ല. പകരം 5%, 18% ഈ 2 സ്ലാബുകൾ മാത്രമാകും ഉണ്ടാവുക. കൂടാതെ ഈ ചില ഉൽപ്പന്നങ്ങൾക്ക്, അതായത് ഈ ആഡംബര വസ്തുക്കളൊപ്പം തന്നെ പുകയില, ഗുഡ്ക പോലുള്ള ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ഒരു 5-6 ഉൽപ്പന്നങ്ങൾക്ക് മാത്രം 40% നികുതിയും ഏർപ്പെടുത്താനുള്ളൊരു ആലോചനയുണ്ട്. നിലവിൽ കേന്ദ്ര സർക്കാർ ധനകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ചൊരു പ്രപ്പോസൽ GST കൗൺസിലിന് നൽകിയിട്ടുണ്ട്. ഈ മാസം GST കൗൺസിൽ ഒരു നിർണായക യോഗം ചേരാനിരിക്കുകയാണ്. അതിലാണ് ഈ നികുതി പരിഷ്കരണം, നികുതി ഏകീകരണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതിൽ ചർച്ച ചെയ്തതിന് ശേഷം ഏതാണ്ട് നവംബർ ദീപാവലി മാസത്തോടായിരിക്കും ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാവും. നിലവിൽ ഏതാണ്ട് ഈ 28% നികുതിയിൽ വരുന്ന ഏതാണ്ട് 90% ഉൽപ്പന്നങ്ങളും ഈ 18%ത്തിലേക്ക് വരും. കൂടാതെ ഈ 12% സ്ലാബിൽ വരുന്ന 99%വും 5% സ്ലാബിലേക്ക് വരും. ഇതുവഴി ഈ സാധാരണക്കാർക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് വാങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നിലവിൽ ഈ 18% GSTയിൽ നിന്നാണ് സർക്കാരിന് ഏറ്റവും കൂടുതൽ നികുതി വരുമാനം കിട്ടുന്നത്. പക്ഷേ ഈ നികുതി നഷ്ടം അത് ഈ ആളുകളുടെ ഉപഭോഗം കൂടുന്നതിലൂടെ അത് നികത്താനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ 2 നികുതി ഏർപ്പെടുത്താനാണ് സർക്കാർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ നവംബർ മാസത്തിലായിരിക്കും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുക. അത് സംബന്ധിച്ച ആലോചന കാത്തിരിക്കുകയാണ് എന്തായാലും ജനങ്ങളും ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളും. GST സ്ലാബുകളിൽ സമഗ്ര മാറ്റത്തിന് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന വിവരമാണ് ഇപ്പോൾ അജീഷ് ജയകുമാർ നൽകിയത്. പ്രധാനമന്ത്രിയുടെ GST ഇളവ് പ്രഖ്യാപനം ആശങ്കയുണ്ടാക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രം തീരുമാനം നടപ്പിലാക്കണം. സംസ്ഥാനങ്ങളെ നോക്കുകുത്തിയാക്കുന്ന തരത്തിലുള്ള രീതികൾ ഗൗരവതരമെന്നും KN ബാലഗോപാൽ പറഞ്ഞു. GST കൗൺസിലാണ് ഇതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത്. നേരത്തെ തന്നെ ഇങ്ങനൊരു തീരുമാനം പ്രഖ്യാപിച്ചിട്ട് സംസ്ഥാനങ്ങളെ നോക്കുകുത്തിയാക്കുന്നൊരു സമീപനം ഇത് വരുന്നുണ്ടോ എന്നുള്ള പ്രശ്നം വളരെ ഗൗരവതരമാണ്. ഒരു പ്രഖ്യാപനം മാത്രമാണ് കണ്ടത്. ആ പ്രഖ്യാപനത്തിലുണ്ടാകുന്ന ഒരു ആശങ്ക സ്വാഭാവികമായിട്ട് ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. നമുക്കും ആശങ്ക ഉണ്ടാക്കുന്നൊരു പ്രഖ്യാപനം തന്നെയാണ്. കേന്ദ്രം വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം. എന്തായാലും വിശദമായ ചർച്ച നടത്താതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവരുതെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ചരിത്രം കുറിച്ച അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ തിരഞ്ഞെടുപ്പ്. ഇതാദ്യമായി അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റായി ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും വിജയിച്ചു. വൈസ് പ്രസിഡന്റായി ലക്ഷ്മിപ്രിയയും ജയൻ ചേർത്തലയും തിരഞ്ഞെടുക്കപ്പെട്ടു. ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഉണ്ണി ശിവപാലാണ് ട്രഷറർ. 4 വനിതകൾ ഉൾപ്പെടെ 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. വിജയത്തിൽ വലിയ സന്തോഷമെന്ന അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പുതിയ പ്രസിഡന്റ് ശ്വേതാ മേനോൻ എല്ലാവരെയും ഒപ്പം നിർത്തി സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകും. സ്ത്രീകളുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണങ്ങളും പരിശോധിക്കും. വിജയത്തിന്റെ സന്തോഷം പങ്കുവച്ച് ശ്വേത 24-നൊപ്പം ചേരും. താരസംഘടന അമ്മയുടെ തലപ്പത്തേക്ക് ചരിത്രത്തിലാദ്യമായി ഒരു സ്ത്രീ തന്നെ എത്തിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അമ്മ എന്ന സംഘടനയ്ക്ക് ഒരു അമ്മയായിരിക്കുന്നു എന്ന് തന്നെ പറയാം. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് അമ്മയുടെ അമ്മയായ ശ്വേതാ മേനോനാണ്. ഈ വിജയത്തെ ഒരു അമ്മ എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു ആസ് എ വുമൻ നമ്മൾ മൾട്ടി ടാസ്കേഴ്സ് ആണ് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരും ലക്ഷ്യം എന്താണ്? അമ്മ എങ്ങനെ നന്നായിട്ട് നയിക്കാൻ പറ്റും, അതാണ് നമ്മളെല്ലാവരും. അപ്പോൾ എല്ലാവരുടെയും ഒരേ ലക്ഷ്യം ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും പേടിക്കാനില്ലല്ലോ. മമ്മൂട്ടിയുടെയും ലാലേട്ടൻ്റെയൊക്കെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു തുടക്കം മുതൽ. ഒബ്വിയസ്ലി അവരുടെ ബ്ലെസ്സിങ്സ് ഉണ്ട്. അവർ നമ്മുടെ പേട്രൺസ് ആണ്. എൻഡ് ഓഫ് ദ ഡേ സുരേഷ് ഏട്ടനാണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും നമ്മുടെ പേട്രൺസ് ആണ്. അവർ എപ്പോഴും നമുക്ക് അനുഗ്രഹം വേണം. നമ്മൾ എന്തായാലും അത് ഡിമാൻഡ് ചെയ്യും. ഹേമ കമ്മിറ്റി സമയത്ത് തന്നെ സ്ത്രീകളുടെ ഒരുപാട് പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ടെന്ന് അഡ്രസ്സ് ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണുവാനായിട്ട് ശ്രമിക്കും. റൈറ്റ് നൗ അതെന്താണ്, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, ഏത് രീതിയിലുള്ള കംപ്ലയിൻസ് വരും എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ കുറേ അംഗങ്ങളാണെങ്കിലും അമ്മയിൽ നിന്നും പുറത്തു പോയിരുന്നു. ഈ അംഗങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും WCCയുമായി ചേർന്ന് അമ്മ എന്ന സംഘടന ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകും? ഞാൻ പറയുന്നത് ഇപ്പോഴും ദേ ആർ മൈ ഫ്രണ്ട്സ്, കലീഗ്സ്. അവർക്ക് ദേ ആർ മോസ്റ്റ് വെൽക്കം. എപ്പോൾ വേണമെങ്കിൽ ഇത് നാളെ വന്നാൽ അത്രയും സന്തോഷം.
മറ്റൊന്ന്, ഈ വിജയത്തിന്റെ ഒക്കെ ഒപ്പം നിൽക്കുന്ന ഒരാളുണ്ട്, ശ്വേതയുടെ ഭർത്താവും മാധ്യമപ്രവർത്തകനും കൂടിയായ ശ്രീവത്സനാണ്. താങ്കൾ ഈ വിജയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ശ്വേതയുടെ വിജയത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ശ്വേത ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളാണ്. പിന്നെ ശ്വേതയ്ക്ക് നല്ലൊരു ടീമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലതാണ്. ഇതിൻ്റെ ഒരു മാറ്റം ആവശ്യമായിരുന്നു. കാരണം ഇതിൻ്റെ വല്ലാതെ ഈ ഓർഗനൈസേഷൻ അമ്മ എന്നുള്ള ഒരു സംഘടനയെ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിലാണ് ഒരു പബ്ലിക് പെർസെപ്ഷൻ വരുന്നുണ്ടായിരുന്നത്. അത് മുഴുവൻ മാറ്റാൻ ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ ഇവരുടെ ടീമിന് സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഈ സംഘടനയെ മുന്നോട്ട് ഒരുപാട് കൊണ്ടുപോകുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ വലിയ വലിയ ആൾക്കാർ ഇരുന്ന സീറ്റാണ്, പ്രഗത്ഭരായ നടന്മാരിരുന്ന സീറ്റാണ്. പക്ഷേ അതൊക്കെ വലിയൊരു അഭിമാനത്തിൻ്റെ ദിവസം കൂടിയാണ്. ഏതായാലും മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കൺഗ്രാറ്റ്സ്. അപ്പോൾ ഒരു വനിത തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായി അമ്മ എന്ന താരസംഘടന നയിക്കുന്നത്. ഒരു അമ്മ എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും വളരെയധികം അഭിമാനമുണ്ടെന്ന് പറയുന്നു. ഒപ്പം തന്നെ സംഘടനയിലെ സ്ത്രീ പ്രശ്നങ്ങൾക്കെല്ലാം വളരെ വലിയ രീതിയിലൊരു പരിഹാരം കൊണ്ടുവരാൻ ശ്വേതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ഉണ്ടാകുമെന്നൊരു ഉറപ്പ് ശ്വേത നൽകിയിട്ടുമുണ്ട്. ക്യാമറമാൻ മാഹിനൊപ്പം സൂര്യശ്രീ, 24. സിപിഐ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ റവന്യൂ മന്ത്രി കെ രാജന് വിമർശനം. തൃശൂർ പൂരം അലങ്കോലമായതിൽ ചുമതലക്കാരനായ മന്ത്രി കെ രാജന് ഉത്തരവാദിത്തമുണ്ടെന്ന് വിമർശനം. റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ സിപിഐ മത്സരിക്കുമ്പോൾ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ബിജെപിക്ക് വേണ്ടി വ്യാജ വോട്ട് ചേർത്തെന്നും രാഷ്ട്രീയ പ്രമേയ ചർച്ചയ്ക്കിടെ വിമർശനമുയർന്നു. എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. ജയശങ്കർ, എന്തൊക്കെ വിമർശനമാണ് മന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത്? അതായത് പ്രവിത, ഈ തൃശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഉള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിമർശനം ഉയർന്നത്. രാഷ്ട്രീയ പ്രമേയ ചർച്ചയ്ക്കിടെയായിരുന്നു വിമർശനം. ഈ തൃശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് ചുമതലക്കാരനായ മന്ത്രി കെ രാജന് ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ ചർച്ചയ്ക്കിടെ പറഞ്ഞത്. ഒപ്പം തന്നെ ഈ റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ CPI മത്സരിക്കുമ്പോൾ ഈ റവന്യൂ വകുപ്പിൽ ജീവനക്കാർ BJPക്ക് വേണ്ടി വ്യാജ വോട്ട് ചേർത്തുന്ന ഗുരുതര ആക്ഷേപവും പ്രതിനിധികൾ ഉന്നയിച്ചു. റവന്യൂ വകുപ്പിലെ 90% ജീവനക്കാരും ജോയിന്റ് കൌൺസിലുകാരാണ്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മന്ത്രി രാജന് ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ടെന്നും ഈ പ്രതിനിധികൾ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സമ്മേളനത്തിനിടെ വലിയ തോതിൽ ഈ AYSF സെക്രട്ടറിയും ഒപ്പം തന്നെ AYSFന്റെ മുൻ ജില്ലാ സെക്രട്ടറിയൊക്കെ തമ്മിൽ വാക്കുതർക്കമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അടൂരിൽ നിന്നുള്ള ഗ്രൂപ്പ് ചർച്ചയെ ചൊല്ലിയായിരുന്നു വാക്കുതർക്കം. ഒപ്പം തന്നെ ഇറാനി മണ്ഡലം ചർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിനിധിയെ സംബന്ധിച്ചും തർക്കം ഈ സമ്മേളനത്തിലൂടെ ഉണ്ട്. എന്തായാലും വലിയ തോതിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉൾപ്പെടെ ഈ രാഷ്ട്രീയ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ ജയിലിൽ ഉൾപ്പെടെ സാഹചര്യങ്ങൾ, ജയിലിൽ ഉൾപ്പെടെ പ്രതികൾക്ക് പ്രത്യേക സൗകര്യം ലഭിക്കുന്നതിന് ഉൾപ്പെടെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിങ്ങനെ തുടരുകയാണ്. മന്ത്രി രാജനെതിരെയും ഇപ്പോൾ പ്രതിനിധികളിൽ നിന്ന് നേരിട്ടുള്ള ഒരു വിമർശനം വന്നിരിക്കുകയാണ്. ശരി, എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സി ഡിസംബർ 12 ഇന്ത്യയിലെത്തും. കൊൽക്കത്തയിലാണ് മെസ്സിയുടെ ആദ്യ സന്ദർശനം. ഗോഡ് ടൂർ ഓഫ് ഇന്ത്യ 2025 എന്ന പരിപാടിയുടെ ഭാഗമായാണ് സന്ദർശനം. ഈഡൻ ഗാർഡൻസിലും സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലുമായി നടക്കുന്ന കൺസേർട്ട്, ഗോഡ് കപ്പ് എന്നിവയിൽ മെസ്സി പങ്കെടുക്കും. ഇന്ത്യൻ ക്രിക്കറ്റ് മുൻ നായകൻ സൗരവ് ഗാംഗുലിയും പരിപാടിയിൽ പങ്കെടുക്കും. അഹമ്മദാബാദ്, മുംബൈ എന്നിവിടങ്ങളിലും മെസ്സി സന്ദർശനം നടത്തും. ഡിസംബർ 14 വാങ്കഡയിൽ നടക്കുന്ന സൗഹൃദ ക്രിക്കറ്റ് മത്സരത്തിൽ മെസ്സി ഭാഗമാകും. ഡിസംബർ 15 ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മെസ്സി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. ഇപ്പോഴത്തെ കാലാവസ്ഥ. റൗണ്ട് പൂർണ്ണമാകുന്നു.